അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കല്ലൂർക്കാട് പഞ്ചായത്തിൽ 1.5 മാസം മുമ്പ് നിക്ഷേപിക്കപ്പെട്ട മാലിന്യം നീക്കം ചെയ്തു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പഞ്ചായത്ത് അധികൃതരുടെ തന്നെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്തത്. കല്ലൂർക്കാട് പഞ്ചായത്തിൽ 2-ാം വാർഡ് തേനി ഹൈവേക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ 1.5 മാസം മുമ്പ് നിക്ഷേപിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യം പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. കൊല്ലം ആസ്ഥാനമായുള്ള ഗ്രീൻ കേരള കമ്പനിയാണ് ചൊവ്വാഴ്ച മാലിന്യം നീക്കം ചെയ്തത്. സ്ഥലം ഉടമ സ്വന്തം ചെലവിൽ ആരോഗ്യവകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ സർക്കാർ അംഗീകൃത ഏജൻസിക്ക് മാലിന്യം നീക്കം ചെയ്ത് നൽകണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി നേരത്തെ കത്തു നൽകിയിരുന്നു. മാലിന്യത്തിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിലാസത്തിലുള്ള പാലാരിവട്ടത്തെ ഫുഡ് കോർപ്പറേഷൻ കമ്പനിക്കും പഞ്ചായത്തിൽ നിന്ന് നേരിട്ട് കത്തു നൽകിയിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട സമയത്തിനകം ഇത് നീക്കം ചെയ്യാത്തതിനാലാണ് പഞ്ചായത്ത് ഇടപെട്ടതെന്ന് പ്രസിഡന്റ് സുജിത് ബേബി പറഞ്ഞു. നമുക്കറിയാം, ഏതാണ്ട് 50 ദിവസമായിട്ട് നമ്മുടെ കല്ലൂർക്കാട് പഞ്ചായത്തിൽ അതീവ ഗൗരവമായ ഒരു മാലിന്യ നിക്ഷേപത്തെ പറ്റി ഉള്ളൊരു വിഷയം ഭയങ്കര ഗൗരവത്തോടെ പൊങ്ങി വന്നിട്ടുള്ളതാണ്. അത് ഒരുപാട് വിവാദങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഒരു ഭീഷണിയായി വന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ്. വേറെയൊന്നുമല്ല, നമ്മുടെ ഈ തേനി മോട്ടോർ ഹൈവേയില് 2-ാം വാർഡില്, കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡില് ഹൈവേയോട് ചേർന്ന് തന്നെ ഒരു നിലം ആയിട്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് ഒരുപാട് വേസ്റ്റുകൾ, അതായത് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി, അവരുടെ വേസ്റ്റുകളും പിന്നെ പലതരം വേസ്റ്റുകളും പല കമ്പനികളുടെയും വേസ്റ്റുകളും ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട്. ഡംപ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു നിസ്സാരമായ ഒരു വേസ്റ്റ് അല്ല. അത് ടൺ കണക്കിന്, അതായത് ഒരു ടോറസിനോ അല്ലെങ്കിൽ ഒരു 5-8 ടോറസിന് എടുത്താൽ പോലും തീരില്ലാത്ത തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇട്ടേക്കുന്നത്. കൂടുതലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് ഏതാണ്ട് 50 ദിവസമായി ഇത് നമ്മൾ കണ്ടെത്തിയിട്ട് ഈ വേസ്റ്റ് ഇവിടെ നിക്ഷേപിച്ച് നമ്മൾ കണ്ടെത്തിയത്. അതിന്റെ പുറകിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വന്ന സ്ഥലം സന്ദർശിക്കുകയും JHI, അതായത് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് ഇവിടെ വന്ന സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു എൻക്വയറി, നമ്മൾ ആദ്യം തന്നെ എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു. ഇതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രേഖാമൂലം സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ നമ്മുടെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തായിരുന്നു. എന്തായാലും അത് നമ്മൾ ഇന്ന്, അതായത് 26 നവംബറിൽ നമുക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം ഒരുക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് കൈമാറുന്നത് ഗ്രീൻ കേരളയ്ക്കാണ് കൈമാറുന്നത്. കൊല്ലം ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണിത്. അവർക്കാണ് നമ്മളിത് കൈമാറുന്നത്. അവര് ഉച്ച കഴിഞ്ഞ് വന്ന് ഇത് കൊണ്ടുപോകും. മാലിന്യം നിക്ഷേപിച്ച 1.5 മാസം പിന്നിട്ടിട്ടും നീക്കം ചെയ്യാൻ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങാത്തതിനെതിരെ ഭരണകക്ഷി അംഗമായ വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോർജ് ഫ്രാൻസിസ് തെക്കേക്കരയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. കല്ലൂർക്കാട് പഞ്ചായത്തിലെ 2-ാം വാർഡില് മാലിന്യം നിക്ഷേപം ഉണ്ടായിട്ട് ഏതാണ്ട് 50 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ മാലിന്യം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യേണ്ടതാണ് എന്ന അഭിപ്രായമായിരുന്നു പഞ്ചായത്തിന്. എങ്കിലും ടൺ കണക്കിന് മാലിന്യം ഇവിടെ നിക്ഷേപം ഉണ്ടായപ്പോൾ അത് പഞ്ചായത്ത് അതിന്റെ യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പല പരിശ്രമങ്ങളും നടത്തി ശേഷമാണ് ഇന്ന് ഇത് കോരുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ഒട്ടേറെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ തുടർച്ചയായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും ഇതിന് അല്പം വിമുഖത കാണിച്ചോ എന്ന് സംശയം വന്നപ്പോൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് നീക്കം ചെയ്യേണ്ടത് അടിയന്തര ആവശ്യമാണ് എന്ന രീതിയിൽ ഒരു സത്യാഗ്രഹ സമരം വരെ നടത്തേണ്ട സാഹചര്യമുണ്ടായി. കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യാൻ കാലതാമസം നേരിട്ടപ്പോൾ ജനകീയ സമിതിയും കേരള യൂത്ത് ഫ്രണ്ട് എമ്മും പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തത് സമരത്തിന്റെ വിജയമാണെന്ന് ജനകീയ സമരസമിതി പ്രതിനിധി AP രതീഷ് പറഞ്ഞു. ഒടുവിൽ അധികാരികളുടെ കണ്ണു തുറന്നിരിക്കുകയാണ്. കല്ലൂർക്കാട് പഞ്ചായത്തിലെ 2-ാം വാർഡില് കോട്ട് റോഡിന്റെ സൈഡില് ഇട്ട വേസ്റ്റ്, ലോഡ് കണക്കിന് വേസ്റ്റ് ഇപ്പോൾ വാരിയപ്പോഴാണ് അതിന്റെ തീവ്രത കുറെ ആളുകൾക്കെങ്കിലും മനസ്സിലാവുന്നത്. ടൺ കണക്കിന് വേസ്റ്റ് ഇവിടെ എറണാകുളത്തുള്ള ഒരു കമ്പനി കൊണ്ടിടുകയും അത് ചീഞ്ഞു നാറി പുഴുത്ത് ഈ പരിസരങ്ങളിൽ ആളുകൾക്ക് നടക്കാൻ പാടില്ലാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നതും അത് അധികാരികളിലേക്ക് പരാതിയുമായിട്ട് ചെല്ലുന്നതും. പക്ഷേ പഞ്ചായത്ത് അധികാരികളിലേക്ക് ഈ പരാതിയായിട്ട് ചെല്ലുമ്പോൾ അവരിതുവരെ വളരെ ഗൗരവത്തിലൂടെ എടുക്കാതെ കുറെ കാലങ്ങൾ നീണ്ടുപോയി.
അതിനുശേഷം ഈ രാഷ്ട്രീയ മുതലാളിമാർക്ക് നട്ടില് പണയം വെച്ചിട്ടില്ലാത്ത ആർജവമുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിന് സമര പരിപാടിയായിട്ട് മുന്നോട്ട് വരികയും ആ സമരത്തിന്റെ പല രീതികളിലുള്ള സമരം ആവിഷ്കരിക്കുകയുണ്ടായി. ഇപ്പൊ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധമുണ്ടായി. ഒരു യുവജന പ്രസ്ഥാനം, കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന പ്രസ്ഥാനം അവിടെ വാമൂടിക്കെട്ടി സമരം നടത്തി. അതുപോലെ തന്നെ കല്ലൂർക്കാട് പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്തില് ആ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു കോൺഗ്രസ്സുകാർ അവിടെ സമരം നടത്തി. അങ്ങനെ വിവിധ തരത്തിലുള്ള സമരങ്ങൾക്കൊടുവിൽ ആ സമരങ്ങളുടെ എല്ലാം വിജയഫലമായിട്ട് ഇവിടെ ഇപ്പോ ഇത് വാരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം വിവിധ വകുപ്പുകൾ അനുസരിച്ച് മാലിന്യം നിക്ഷേപിച്ച ഫുഡ് കോർപ്പറേഷൻ കമ്പനിക്ക് 70,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.